റഷ്യൻ എണ്ണ ഇറക്കുമതിയിൽ 31% കുറവ്. ഒക്ടോബർ മാസത്തിലെ കണക്കുകൾ പ്രകാരം ഏറ്റവും വലിയ കുറവാണിത്. $3.55 ബില്യൺ ഡോളറിന്റെ എണ്ണയാണ് ഒക്ടോബറിൽ ഇറക്കുമതി ചെയ്തത്. അപ്പോൾ ഈ ബസന്ത് വിവരങ്ങളുമായിട്ടുണ്ട്. ബസന്ത്, ഇപ്പോൾ വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലുണ്ട്. പ്രതിരോധ രംഗത്തെ സഹകരണം കൂടുതൽ ചർച്ചയാകുന്നു. അതിനിടയിൽ ഈ എണ്ണ കയറ്റുമതി വിഷയങ്ങൾ കൂടി വരാൻ സാധ്യതയുണ്ടോ? പ്രത്യേകിച്ചും ഈ യൂറോപ്യൻ രാജ്യങ്ങളുടെ, അമേരിക്കയുടെ ഒക്കെ ഒരു വലിയ സമ്മർദ്ദമാണോ ഈ കുറവിന് എന്ന നിലയിൽ ചർച്ചകൾ നടക്കുമ്പോൾ? ഈ എണ്ണ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നും ചർച്ചയ്ക്ക് വരില്ല. ഇതിപ്പോൾ ഒരു കണക്ക് പുറത്ത് വന്നിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതായത് കഴിഞ്ഞ ഒക്ടോബറിനെ അപേക്ഷിച്ചിട്ട് ഇപ്പൊ ഈ ഒക്ടോബറിൽ വലിയ തോതിലുള്ള ഇറക്കുമതിയിലെ കുറവാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് 31% എണ്ണ ഇറക്കുമതിയാണ് കുറഞ്ഞിരിക്കുന്നത്. അതായത് റഷ്യയിൽ നിന്നുള്ള അത് മൂല്യത്തിന്റെ കണക്കെടുക്കുകയാണെങ്കിൽ 38% വരെ വരും. അതായത് ഇക്കൊല്ലം ഒക്ടോബറിൽ $3.55 ബില്യൺ എണ്ണയാണ് ഇറക്കുമതി ചെയ്തതെങ്കിൽ കഴിഞ്ഞ കൊല്ലം ഈ സമയം $5.8 ബില്യൺ എണ്ണയാണ് ഇറക്കുമതി ചെയ്തത്. അപ്പോൾ ഇതൊരു വലിയ ഒരു ഇടിവാണ് എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് മറികടക്കുന്നതിന് എന്തെങ്കിലും ചർച്ചകൾ ഉണ്ടാകുമോ എന്ന് വ്യക്തമാക്കിയിട്ടില്ല. കഴിഞ്ഞ ദിവസം ഇന്ത്യ റഷ്യൻ ചർച്ചയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാർത്താ മാധ്യമങ്ങളുമായി സംസാരിക്കുക പറഞ്ഞ ഈ വിഷയം വരാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ഇന്ന് മോദിയുമായിട്ടുള്ള ചർച്ചയിൽ എന്നാണ് പറയുന്നത്. പക്ഷേ പ്രതിരോധ ഇടപാടുകൾ ചർച്ചയാണ്. ഇറക്കുമതിയിൽ വലിയ കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് 31% കുറവ് ഉണ്ടായി എന്നതാണ്. ആ കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പക്ഷേ നിലവിൽ